എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ ദൈവം ഉയർച്ചയിലേക്ക്. ഇത് പറയുന്നുണ്ട് സിസ്റ്ററിന്റെ വിഷമമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പിഷക്കാരിയായി താൻ പിഷയെടുത്ത് ജീവിച്ച ഒരു സിറ്റുവേഷനിൽ നിന്ന് ദൈവം വലിയൊരു ഉയർച്ചയിലേക്ക് ദൈവം നയിച്ചു. അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ ആർക്കും വന്നിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ദൈവസ്ഥിതിയെ മാറ്റി. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യം, കഴക്കൂട്ടത്ത് ഞങ്ങളുടെ SNDP ഹാളിലെ മീറ്റിങ്ങിൽ 2016 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് ലൈലാൻഡി അവരെ വിളിച്ചുകൊണ്ടു. ഒരു ദിവസം പ്രശാന്തി നീ വാ, ദേവാസം പ്രാർത്ഥിക്കും. അന്ന് പ്രാർത്ഥിച്ചു, അന്ന് ജീവിതം ഒന്ന് മാറി. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് അവരുടെ ജീവിതം മാറിയതാ. അന്ന് മുതൽ വലിയ ഉയർച്ചകളും നന്മകളും ജീവിതത്തിലേക്ക് കടന്നു വന്നു. താൻ ഒത്തിരി വർക്കുകൾ തനിക്ക് കിട്ടി, കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ കിട്ടി, പണിക്കാരെ ദൈവം നൽകി. അങ്ങനെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. അതിന്റെ ഫലമായി അവർക്കൊരു സ്ഥലം മേടിക്കാൻ കർത്താവ് കൃപ നൽകി. പിന്നെ ഒരു 12 ലക്ഷം രൂപയുടെ കാറ് ദൈവം നൽകി. ഇന്ന് ദൈവം ആ ഒരു നിലവാരത്തിൽ ദൈവം അവരെ ഒത്തിരി ബ്ലസ് ചെയ്തു. അനേകം വീടുകളിൽ വീട്ടുജോലിക്കൊക്കെ നിന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയൊക്കെ അനുഭവിച്ചവരാ. ഈ ചർച്ച ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം എനിക്ക് പറയാൻ പറ്റും, ഈ ചർച്ച ഇരിക്കുന്നതിൽ ഏറ്റവും കഷ്ടതയിലൂടെ കടന്നുപോയതാണ് പ്രശാന്തി സിസ്റ്റർ, അതേപോലെ റെഡ്ഡി ബ്രദർ മറ്റൊരു തലത്തിലൂടെ തകർന്ന മനുഷ്യനാണ്. എന്നാൽ ദൈവം വിടുവിച്ചു. കാരണം ദൈവമാണെങ്കിലും ഭൂമിയിൽ ഒരാൾ വേണം, ആരെങ്കിലും ഒരാൾ വേണം. സ്തോത്രം ചെയ്താട്ടെ, ഹല്ലേലൂയ. അതിന് ലൈലാൻഡിയെ ദൈവം ഉപയോഗിച്ചു. മനുഷ്യൻ തരുന്നത് നശിക്കും, ദൈവം തരുന്നത് നിലനിൽക്കും. 2016 நான் மீட்டிங்கு ஸ்டூ பாஸ்டர் மீட்டிங்கில் நாங்கள் വരുമ്പോൾ அதுக்கான മുന്നാലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. കുറേ വാട്ടി പോയിട്ടുണ്ട്. കുറേ വാട്ടി പോകുമ്പോൾ അവരെന്താ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, നിന്ന യൂട്രസ് എല്ലാം കെട്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആകത്തില്ല, മക്കളും ആകത്തില്ല, നിങ്ങൾ ജീവിക്കരുത്, വേസ്റ്റ് അതെന്നെന്തോ പറഞ്ഞു അവർ എനിക്ക്. പക്ഷേ ഇവിടെ വരുമ്പോൾ എങ്ങൾ ഭയങ്കര കടവാറും ഭയങ്കര കഷ്ടവും യാർക്കും പറയാൻ പറ്റത്തില്ല. ചോറ് പോലും ഇല്ലാത്ത ടൈമിൽ എങ്ങൾക്ക് അമ്മ പരിചയപ്പെട്ടു പുണ്ടില ഇവിടെ കൊണ്ടുവന്നു അമ്മ. ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ വന്ന ശേഷം എങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായി. കൊച്ചു കിട്ടി. അറിയാതെ എനിക്ക് കൊച്ചു വയറ്റിലുണ്ടെന്ന് പോലെ അറിയത്തില്ല. ആ ടൈമിൽ കട്ടി ഉണ്ടെന്ന് ചിന്തിച്ചു പോയി. പക്ഷേ അമ്മ പറഞ്ഞു, അമ്മ എനിക്ക് വയറ്റിൽ കട്ടിയുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, റിമൂവ് ചെയ്യാൻ. അപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും ആകത്തില്ല, ചുമ്മാ പറയണ്ട, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ കിட்ட പറഞ്ഞു, ഡോക്ടറെ എനിക്ക് കട്ടി എടുക്കണം, എനിക്ക് യൂട്രസേ വേണ്ട, എനിക്ക് ഭയങ്കര വേദന, പനിയും ചോറ് പോലെ തിന്നാൻ പറ്റത്തില്ല, നല്ല തടി വെച്ചു. ഞാൻ അവർ സ്കാനിങ് എടുത്ത് അവർ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് കട്ടിയുണ്ടെന്ന് യാർ പറഞ്ഞു? ഞാനേ പറയുന്നുണ്ട്, നിനക്ക് എപ്പടി അറിയാം? എനിക്ക് അവിടെ ഇവിടെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് മെൻ്റലാന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു 6 മാസം എനിക്ക് വയറ്റിലെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ അയ്യോ ഞാൻ ആർക്ക് പറയണോ അറിഞ്ഞൂടാ, എനിക്ക് കൈകാലെല്ലാം ഷേക്ക് ആകുന്നുണ്ട്. ആ ടൈമിൽ ഇവർക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് കുഞ്ഞുണ്ടെന്ന്. അപ്പോൾ നീ എനിക്ക് ഒട്ടായിട്ടുണ്ട്, നിനക്ക് ചുമ്മാ പറയാണ്ട, എനിക്ക് ജോലിയുണ്ട്, വെച്ചേക്ക് ഫോണെന്ന് പറഞ്ഞു. പിന്നെ ഇവരിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2 പേർക്ക് പറഞ്ഞു കൊച്ചുണ്ടെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് എത്ര നാൾ അമ്മക്ക് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, അമ്മ എനിക്ക് കുഞ്ഞുണ്ട്. അമ്മ പറഞ്ഞു, അമ്മ എനിക്ക് കുഞ്ഞുങ്ങളാകത്തില്ല, റെഡ്ഡി കൂടെ ഞാൻ ജീവിക്കത്തില്ലെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല നിനക്ക് കുഞ്ഞാകും, റെഡ്ഡി കൂടെ ജീവിക്കും, നിങ്ങൾ 2 പേരും സേവ ചെയ്യും, കർത്തർക്കാകി വേണം എന്ന് പറഞ്ഞു. എന്നെ ആരും വീട്ടിൽ കേട്ടത്തില്ല, എന്നാ നല്ലതല്ല. അമ്മ എന്നെ കേട്ടി മോൾ പോലെ നോക്കി നന്നായിട്ട് ഇത്ര നാളിനെ നടപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കൊച്ചായി, അതിനായിട്ട് നന്ദി. പാസ്റ്റർ സിസ്റ്റർക്ക് നന്ദിയായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അത്രമാത്രം എന്ത് തെറ്റാകുമ്പോൾ എന്നെ ക്ഷമിക്കണേ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. நான் தமிழில் பாறேன், யாருக்காரும் அர்த்தமாகுதோ இல்லை தெரியல. எனக்கு தெரிஞ்ச பாஷையில் மலையாளம் அறியதில்லை. மலையாளத்தில் தமிழுக்கு 2016 இங்கே அம்மா பரிச்சயப்பட்டு இங்கே வருவதுக்கு முன்னாடி இப்போ பாஸ்டர் சொன்னார், அக்கா சொன்னிருக்குதோ ஷபாயர்னு சொல்லிட்டு இருக்குதோ, அது என்ன ஜீவித்தில அம்மா மறிச்சது. அப்போ எனக்கு இன்னும் கர்த்தர் அறியலையா, அப்போதே அம்மா மறிச்சது. அண்ணா மறிச்சு, அண்ணா வயசில் யவனஸ்தக்காரன்னு சொன்னார் அப்போ பாஸ்டர். அப்போ தெரிஞ்சது யவனஸ்தர் அண்ணா. இப்போ நான் 35 வயசு அண்ணா, இன்னொரு அண்ணா 45 வயசில் அண்ணா. எல்லாரும் மறிஞ்சு போயிடும். எனக்கு யாரும் இல்லை அண்ணன் நினச்சும் போது பிரசாந்தி நான் இங்கே எல்லாம் எனக்கு எம்ஏ படிச்சுட்டு நான்
எப்போவும் ஒரு லேடிஸ் கூட இப்போ பார்த்தது கூட இல்லை, ஒரே ஒரு லேடிஸ் கூட. ஆனால் இப்போ நான் இப்போ பிஸ்னஸ் பண்ணும்போது பிரசாந்த் பரிச்சயப்பட்டது, அந்த எப்படி லவ் பண்ணி எங்கள் ஊரில் நான் ஒரே ஆள் தான், நான் கர்த்தர் நம்பியிருக்க ஆள் என்ன ஒரே ஆள் தான். இப்போ இங்கே வந்து கேட்டால் இப்போ மெசேஜ் கேட்டால் பாஸ்டர் சொல்கிறது ஷபாயரு இதெல்லாம் கேட்டால் எப்படிப்பட்டா எதுவுமே இது அந்த அக்கா எப்படி இப்போ சொல்லிட்டு இருக்க தெரியல. அந்த ஷபாயர் அவருக்கு எப்படி வந்ததோ அம்மாவுக்கு எப்படி வந்ததோ தெரியல. என்ன ஜீவித்தில் இருக்குது ஷபாயரு கஸ்தியரு இதெல்லாம் என்ன ஜீவித்தில் வந்து போயிட்டு இருக்குது. நான் சம்பாதிக்கிற பைசா ஒரு 2016 முன்னாடி நான் சம்பாதிச்ச இருக்கிற பைசா சுமார் கோಟಿ நான் சம்பாதிக்கல. எனக்கு வரలేదు. அந்த சம்பாதனை எல்லாம் என் ஃப்ரெண்ட் எல்லாம் எடுத்து போயிட்டான். ஒரு ஃப்ரெண்டு ஒரு ஆள் எடுத்து போயிட்டார். அது ஒரு திரும்பி வந்து யாரும் கொடுக்கல. நெக்ஸ்ட் 2016 இங்கே வந்து பிப்ரவரியில் இங்கே வந்து ப்ரேயர் பண்ணிட்டு பாஸ்டர் கிட்ட ப்ரேயர் பண்ணிட்டு நீங்கள் உனக்கு நல்லதாகுதுன்னு பிப்ரவரியில் போயிட்டு வாபஸ் போனேன். மே 17 ஒரு வேலை கிடச்சது எனக்கு. யாரும் எனக்கு கொடுக்க. அந்த ஆள் எப்படிப்பட்ட ஆள் அந்த சைட்டில் வேலை பண்ணணும்னு அவனு ஒரு பெரிய டைகர் மாதிரி இಡೀ பெங்களூருக்கு போலீஸ் கார் அடித்த ஆள். போலீஸ்காரன்னு கூட அவனுக்கு பயப்படுறன்னு. அந்த இது அங்கே இருக்கிற ஹோம் மினிஸ்டரு அவனு ஃபோன் பேசினா நான் பேசுறதுன்னு சொன்னால் அவனுக்கு பயப்படுற ஆள். ஹோம் மினிஸ்டர் அவனுக்கு பயப்படுறான். அந்த சைட்டில் போயிட்டு நான் வேலை பண்ணிட்டு இருக்குது. அந்த சைட்டில் வேலை பண்ணி எனக்கு யாருக்கும் தெரியல. இந்த சைட்டில் நான் வேலை பண்ணேன்னு எனக்கே தெரியாது. இங்கே வந்து பாஸ்டர் கிட்ட ப்ரேயர் பண்ணிட்டு அங்கே போனால் ஒரு ஆள் கூட எனக்கு முன்னாடி வரல. அந்த சைட்டில் நான் வேலை பண்ணால் எனக்கு பைசா இப்போன்னு கிட்டணும், 1 கோடி வரைக்கும் கிட்டணும் அந்த சைட்டில். ஆனால் கிட்டலன்னு ஒரு 25 லட்சம் 30 lakhs எனக்கு கடன் இருந்தது. அந்த கடமெல்லாம் நீக்கி திரும்பി இன்னுം ഒരു ചിന്ന വേള കിട്ടത്. നമുക്കെല്ലാവർക്കും ഒരിക്കൽ അവരെ കുടുംബമായിട്ട് കാണുവാൻ ദൈവം സഹായിച്ചു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 15 വർഷമായിട്ട് ഇവർക്ക് മക്കളില്ലായിരുന്നു. ഹല്ലേലൂയ. ഡോക്ടർ ഒരു സാധ്യതകളുമില്ല, നിങ്ങളുടെ യൂട്രസ് നശിച്ചുപോയി, ഇനി അതിലൊരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചതാണ്. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇവരന്ന് 2016 ഫെബ്രുവരി മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിക്കുമെന്ന് ഒരു വാഗ്ദത്ത വചനം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഇവർ പെട്ടെന്ന് വയറിന് അസ്വസ്ഥത തോന്നി, വയറിൽ എന്തോ കട്ടിയായിട്ട് തോന്നി, ഭാരം തോന്നി. ഡോക്ടറെ അടുത്ത് പോയിട്ട് എൻ്റെ വയറിൽ ഭയങ്കര കട്ടിയാണ്, എനിക്ക് യൂട്രസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, യൂട്രസ് ഒന്ന് റിമൂവ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. എൻ്റെ വയറിൽ അവിടെ ഇവിടെ ഓരോന്ന് ഓടുന്നതായിട്ടൊക്കെ തോന്നുന്നു, അങ്ങനെ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 മാസം പ്രായമുള്ള കുഞ്ഞ് അവരുടെ യൂട്രസിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ അന്ന് സൺഡേ ആരാധനയിൽ ഇത് വളരെ അത്ഭുതത്തോടെയാണ് കേട്ടത്. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു, സാധാരണ പറയും അവർക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരുടെയും തുടക്കം. ഹല്ലേലൂയ. 1 മാസമായി, 2 മാസമായി. പക്ഷെ പ്രശാന്തി സിസ്റ്ററാണ് 6 മാസത്തിലോട്ട് പ്രൊമോഷനായി ആദ്യമേ കയറിയ ആള്. ഹല്ലേലൂയ. 6 മാസത്തിലാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 15 ദിവസമോ 13 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രശാന്തി സിസ്റ്റർ, റെഡ്ഡി ബ്രദർ, അമ്മ എന്ന് പറഞ്ഞത് ലൈല ആന്റിയെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആന്റി പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു രാത്രിയിൽ പ്രശാന്തി സിസ്റ്ററിന് ഭയങ്കര വയറുവേദന, 6 മാസം ആയിട്ടുള്ളൂ മക്കളെ, എന്താവുമെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ബ്ലീഡിങ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ. ഹല്ലേലൂയ. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും അവർ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഹല്ലേലൂയ. അത് പൂർണ്ണ വളർച്ചയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഹല്ലേലൂയ. TB ജോഷുവൊക്കെ 15 മാസത്തോളം അമ്മയുടെ ഉദരത്തിലായിരുന്നു എന്നാണ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ ഒരു അത്ഭുത ശിശുവാണ് ഈ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സാധ്യതയില്ലെന്ന് പറയുന്ന അനേകം പേർക്ക് വിശ്വാസത്തിന് കാരണമാകും. ഹല്ലേലൂയ. യൂട്രസ് മാറ്റിക്കളയണം, അത് കെട്ടുപോയി നശിച്ചുപോയി എന്ന് പറഞ്ഞിടത്ത് ഒരു ജീവന്റെ തുടുപ്പിടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വാഗ്ദത്ത വിഷയങ്ങൾ നോക്കി ഒരിക്കൽ കൂടി വിശ്വാസത്താൽ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആ മരിച്ചെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് മടക്കി തരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എന്നോട് കർത്താവ് ഇടപെട്ട ഒരു വേർഡ് ഇങ്ങനെയാണ്, ഇന്ന മാസം, ഞാൻ ഡേറ്റ് മറന്നുപോയി, കൺസീവ് ആണെന്ന് അറിയും. അപ്പോൾ കർത്താവ് പോലും അത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. അതായത്
6 മാസം വരെ കർത്താവ് മറച്ചു വെച്ചു. ശ്രദ്ധിക്കുക, സാധാരണ ഒരു സ്ത്രീ കൺസീവ് ആയാൽ ഒരു ഗൈനക്കോളജിയെ പോയി കണ്ട് ടാബ്ലറ്റുകൾ, വിറ്റാമിൻ ടാബ്ലറ്റുകളും അതേപോലെ ഫോളിക് ആസിഡൊക്കെ കഴിക്കാറുണ്ട്. ഇങ്ങനെയുള്ള യാതൊരു ടാബ്ലറ്റും ഈ കുഞ്ഞിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഈ കുഞ്ഞിനെ കൺസീവ് ആയിരിക്കുമ്പോൾ 21 ദിവസം ഉപവാസം എടുത്തിട്ടുണ്ട്. കാരണം ഗർഭിണി എന്നറിയത്തില്ല. ഇവിടെ ഓരോരുത്തരും ഗർഭിണിയായിരിക്കുമ്പോൾ രാവിലെ കഴിച്ചോ, ഉച്ചയ്ക്ക് കഴിച്ചോ, വൈകിട്ട് കഴിച്ചോ. എൻ്റെ കർത്താവ് എത്ര വലിയവൻ! ഹല്ലേലൂയ. 2, കൂടെ ഇരിക്കാനോ നോക്കാൻ ആരുമില്ല. അതെന്റെ കർത്താവിനറിയാം. അതുകൊണ്ട് രാത്രി പ്രസവിച്ചു, രാവിലെ വീട്ടിൽ കൊണ്ടുവന്നു. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ 1 മണി വരെയും എല്ലാ 2ാം ശനിയാഴ്ചയും 10 മണി മുതൽ 1 മണി വരെയും സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഓലത്താനിയിൽ ആരാധന നടന്നുവരുന്നു. പാസ്റ്റർ ഷിബു എഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ.